നമസ്കാരം. നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ഓരോ മനസ്സിനും ആനന്ദം തന്നെയാണ് ഇഷ്ടം. ഈ ഇഷ്ടത്തെ മേളപ്പദമായി അനുവാചകന്റെ ഹൃദയവീഥികളിൽ ആനന്ദത്തിന്റെ അമൃത് നൽകുക തന്നെയാണ് ദേവരാജൻ എന്ന ചെറുപ്പക്കാരൻ. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും ജീവിതം തന്നെ ചെണ്ടക്ക് മാറ്റിവെച്ച ദേവരാജൻ ഇതിനകം മേളം തീർത്തത് അനവധി തന്നെ. ഇതോടൊപ്പം അനവധി ശിക്ഷണങ്ങൾക്ക് മുന്നിൽ തന്നിലെ കഴിവുകൾ നൽകുകയും ചെയ്യുന്നു. മട്ടന്നൂർ ശങ്കരന്റെ ശിഷ്യനായ ദേവരാജൻ തന്റെ ചെണ്ടയിൽ തീർത്ത സ്വരലയങ്ങളിലൂടെയാണ് ഇന്നത്തെ നാട്ടുവിശേഷം. ചെറുകുന്ന് അന്നദായിനിയുടെ വരദാന പുണ്യം തന്നെ ദേവരാജൻ എന്ന ചെറുപ്പക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ മേളപദത്തിൽ ലയിച്ചു നിന്ന ആയിരങ്ങൾ. ഇതിനകം നാട്ടിലും വിദേശത്തുമായി അനവധി മേളങ്ങൾ തീർത്ത ഈ ചെറുപ്പക്കാരൻ ചെറുകുന്നിൻ്റെ പുണ്യം തന്നെ. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിലാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അന്നദായിനിയായ ദേവിയുടെ ക്ഷേത്ര പരിപാലകർ ഇവിടെ ഒരു കലാലയം തുടങ്ങുന്നു. ചെണ്ടമേളം, കഥകളി ഇങ്ങനെ ക്ഷേത്രകലകളെ പരിശീലിപ്പിക്കുന്ന ഈ കലാകൂട്ടായ്മയാണ് ആസ്തി കലാലയം. ഇവിടെ നിന്നും കഥകളിയും ചെണ്ടമേളവും പഠിച്ചിറങ്ങി അനവധി വേദികളിൽ പേരും പെരുമയും നേടിയവർ ഏറെ. ഇവിടെ ക്ഷേത്രങ്ങളിലെ വാദ്യങ്ങളും പല മേളങ്ങളും തന്നെ പഠിപ്പിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്ഷേത്രങ്ങളുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നു ദേവരാജന്. ഇതിനൊരു കാരണം അച്ഛൻ രാജഗോപാലൻ നല്ലൊരു കലാകാരൻ ആയതുകൊണ്ടുതന്നെ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആസ്തി കലാലയം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ അഭ്യസിപ്പിക്കുന്ന മേളങ്ങളെയും കഥകളിയെയും കൗതുകത്തോടെ നോക്കി നിന്ന ദേവരാജൻ എന്ന കുട്ടി തൻ്റെ മനസ്സിൽ മേളപ്പകർത്ത് നടത്തുക തന്നെയായിരുന്നു. അച്ഛൻ്റെ പ്രോത്സാഹനത്തോടെ ആസ്തി കലാലയത്തിൽ ചേർന്ന് പ്രശസ്ത മേളക്കാരൻ മട്ടന്നൂർ ശങ്കരൻ്റെ കീഴിൽ ഓരോ മേളവും പഠിക്കുക തന്നെയായിരുന്നു. കണ്ടും അറിഞ്ഞും പഠിച്ച മേളപ്പദം തൻ്റെ ഓരോ കൈവഴക്കവും വേണ്ട വിധത്തിൽ മെരുക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു. ചെറുകുന്ന് ആസ്തി കലാലയം എന്ന സ്ഥാപനത്തിൽ ആദ്യം ചെണ്ടയധ്യാപകനായി വന്ന വാഴയങ്കട കൃഷ്ണദാസ് എന്നെ അഭ്യസനം തുടങ്ങിയെങ്കിലും ശങ്കരൻകുട്ടി മാരാറിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ ചെണ്ട അഭ്യസനം പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൽ പല ഗുരുനാഥന്മാരും ഉണ്ടായി എനിക്ക്. അതായത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അദ്ദേഹമായിരുന്നു അന്ന് ആസ്തി കലാലയത്തിൻ്റെ ഏറ്റവും മുകളിലിരുന്ന ചെണ്ടക്കാരൻ. ഒരുപാട് ഗുരുനാഥന്മാരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹമായിരുന്നു സീനിയറായി അന്ന് സ്ഥാപനത്തിൻ്റെ ആളായി ഉണ്ടായിരുന്നത്. ആസ്തി കലാലയം എന്ന ക്ഷേത്ര കലാകേന്ദ്രം ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ നിലയിലുള്ളൊരു കലാകാരനായി മാറാൻ സാധിച്ചതുകൊണ്ടാണ്. കാരണം ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട്. കാരണം ഒരു ചെണ്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെണ്ട തായമ്പക മാത്രം കൊട്ടിയാൽ പോരാ, പഞ്ചവാദ്യത്തിൻ്റെ തിമിലക്കാരനാവണം, ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം. അതൊക്കെ ഒരു സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടിലായതുകൊണ്ട് മാത്രം സാധിച്ചാണ്. കാരണം അവിടെ ആസ്തി കലാലയത്തിൽ കഥകളി അഭ്യസനം ഉണ്ടായിരുന്നു. കഥകളി അഭ്യസനം ഉണ്ടായതുകൊണ്ടാണ് എനിക്കൊരു കഥകളി ചെണ്ടക്കാരനും കൂടി ആവാൻ കഴിഞ്ഞത്. കൂടാതെ ഞാൻ ആസ്തി കലാലയത്തിലെ ചെണ്ടക്ക് പുറമേ ആയി ഞാൻ അവിടെ നിന്ന് കഥകളിയുടെ ചൊട്ടിയും കഥകളുടെ അണിയലങ്ങളൊക്കെ അത് നിർമ്മിക്കുന്ന ചൊട്ടി കോപ്പുപണി എന്ന ഇനത്തിൽ
ഞാൻ നാരായണ മാരാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഞാൻ അത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥാപനം എന്നുള്ളത് കൊണ്ട് എല്ലാ ഉപകരണങ്ങളും കൊമ്പായാലും എലത്താളമായാലും ഇടയ്ക്കയായാലും മദ്ദളമായാലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടിൽ പഠിച്ചുകൊണ്ടാണ്. അതോടൊപ്പം ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം എന്നിവയും പഠിച്ച് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും വളരെ ഭംഗിയോടെ ഈ ചെറുപ്പക്കാരൻ പൂർത്തിയാക്കി. ഓരോ വിഷയം പഠിപ്പിച്ചത് ഓരോ ഗുരുനാഥന്മാരാണ്. തിമില തന്നെ 4-5 ഗുരുനാഥന്മാർ പഠിപ്പിച്ചു. തൃത്താല കേശവപുതാളാശാനെ പോലുള്ളവർ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടമാറാറാശാൻ അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ നരിപ്പറ്റി ആശാനെ പോലുള്ള കഥകളി ആചാര്യനാണെങ്കിലും അദ്ദേഹം എല്ലാ കലയിലും പ്രാവീണ്യനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഒരു സ്ഥാപനം എന്നുള്ള ചുറ്റുപാടിൽ നിന്നായതുകൊണ്ട് സാധിച്ചാണ്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതും അത് തന്നെയാണ്. കാരണം ഒരു ട്യൂഷൻ പോലെ ഒരു മണിക്കൂർ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കുക, അവരാ പഠിച്ചത് ഉപയോഗിക്കാനോ അതിനെ കൂടുതൽ വളർത്താനുള്ള യാതൊരു സാഹചര്യവും ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. ഈ ആസ്തികാലയം ഗുരുകുല സമ്പ്രദായ പ്രകാരമാണോ? ഗുരുകുല സമ്പ്രദായ പ്രകാരം. കാരണം അവിടെ താമസിച്ച് കൊണ്ട് പഠിച്ചവർ, താമസിച്ച് ആ ആസ്തികാലയത്തിൽ തന്നെ താമസവും ഭക്ഷണവും ഒക്കെ അവിടെ പഠിച്ചവരുണ്ടായിരുന്നു. ചെറുകുന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ട് അവിടെ അഭ്യസനം നടത്തിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇന്ന് പിന്നെ കോട്ടക്കലിൽ ഒരു കഥകളി ആശാനായിട്ടുള്ള രാജമോഹനൻ, പി കെ രാജമോഹനൻ ചെറുകുന്ന് ആസ്തികാലയത്തിലെ കഥകളി അഭ്യസിച്ച് ഇവിടുത്തെ അധ്യവസാന വേഷക്കാരനായി ഇവിടുന്ന് പോയ ആളാണ്. സ്കൂൾ തലങ്ങളിലെ അനവധി മത്സരങ്ങളിൽ ഇദ്ദേഹം നിറഞ്ഞു തന്നെ നിന്നു. തൻ്റെ ഗുരുവിൻ്റെ കൈവഴക്കവും സസൂക്ഷ്മം വീക്ഷിച്ച് തന്നിലെ പോരായ്മ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനവധി അമ്പലങ്ങളിലും മറ്റു വാദ്യങ്ങളിലും സജീവമാകാൻ കഴിഞ്ഞത്. മലബാറിൻ്റെ ചൈതന്യം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ. ഇവിടെ കുടിയിരിക്കുന്ന ദേവീദേവന്മാരെ തുയിലുണർത്താൻ ഇടക്കകൊട്ടിപ്പാടി, കൊമ്പ് വായിച്ച് മേളങ്ങൾ പകർന്നാടിയ അനവധി അനുഗ്രഹീത കലാകാരന്മാരുടെ പിന്തുടർച്ച തന്നെ ദേവരാജൻ. അസ്വസ്ഥമാകുന്ന മനസ്സുകൾക്ക് ആശ്വാസവും അത്താണിയുമായ ക്ഷേത്രങ്ങളിൽ ആളുകളെ ഏറെ ആകർഷിച്ചത് മേളങ്ങൾ തന്നെ. ചെണ്ടയുടെ മേൽ ഓരോ താളങ്ങളേകി മനുഷ്യ മനസ്സിൽ ആനന്ദത്തിൻ്റെയും അനുഭൂതിയുടെയും നിമിഷങ്ങൾ തന്നെയാണ് പകർന്നു നൽകിയിരുന്നത്. ഇവിടെ ഓരോ മേളക്കാരനും ആൾക്കൂട്ടങ്ങളെ മറന്ന് ആവേശത്തോടെ ചെണ്ടയുടെ മേൽ താളങ്ങൾ തീർക്കുമ്പോൾ നമ്മുടെ പൂർവികരായ കലാകാരന്മാർ സ്വയം സൃഷ്ടിച്ചതും തലമുറകളായി പകർന്നു കിട്ടിയതുമായ അനവധി മേളപ്പദം തന്നെയാണ് സൃഷ്ടിച്ചത്. ഇവിടെ മലബാറിന്റെ പേരും പെരുമയും മട്ടന്നൂർ ശങ്കരനിലൂടെ വാനോളം ഉയരുമ്പോൾ തൻ്റെ ഗുരുവിൻ്റെ കൈമെരുക്കം സ്വന്തമാക്കാൻ ദേവരാജന് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ആസ്തി കലാലയം കൊണ്ട് എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ
ഈ കലാലയത്തിൻ്റെ വളർച്ചയും പ്രസക്തിയും നമുക്ക് ബോധ്യമാകുക തന്നെ. ചെറുകുന്ന് എന്ന നാട്ടിൻപുറത്ത് കഥകളി പഠിക്കുവാനും ചെണ്ടകൊട്ടി പഠിക്കുവാനും ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇതിന് ഒരു സൗകര്യവും ഇല്ലായിരുന്നു. ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ ആസ്തി കലാലയം അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് ഇവിടെ അനവധി പ്രശസ്തരായ കലാകാരന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ. ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പോലും ഇവിടെ നിന്നും മേളം പഠിച്ചവരും കഥകളി പഠിച്ചവരും ഉണ്ട് എന്നറിയുമ്പോൾ എത്രമാത്രം പ്രശംസനീയം ഈ കലാലയം. ഇവരുടെ കൂട്ടമായ പ്രവർത്തനം അനവധി കലാകാരന്മാരെ വളർത്തിയെടുത്ത് കലാസമൂഹത്തിന് ദാനം ചെയ്യാൻ കഴിഞ്ഞു എന്നതും ദേവരാജൻ എന്ന ചെറുപ്പക്കാരനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിലും ഇതിന്റെ പൂർവ്വകാല പ്രവർത്തകരുടെ അർപ്പണം തന്നെ. അനന്തവും അപാരവും തന്നെ സംഗീതം. ഇതിൽ പൂർണ്ണൻ എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? അത്രയേറെ കൈവഴികളിൽ ബന്ധിക്കപ്പെട്ട സംഗീതത്തിന്റെ കൈവഴി തന്നെ ചെണ്ടയും ഇടയ്ക്കയും കൊമ്പും ഇലത്താളവും. ഇവ ഓരോന്നും വേറെ വേറെ ശബ്ദങ്ങളിലൂടെ കാതുകളിൽ ആനന്ദത്തിന്റെ തേന്മഴ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എത്രയേറെ മനക്ലേശമുള്ള വ്യക്തിയും ഒരു താളത്തിന്റെ തലോടലിൽ എല്ലാം മറന്നിരിക്കുന്നത് കാണാം. അതുതന്നെയാണ് ഇതിന്റെ അസ്തിത്വവും. അനവധി കാലങ്ങളായി പകർന്നു കിട്ടിയ മേളപ്പദം ഒരേ കൈകളിൽ വീണ്ടും വീണ്ടും പുതിയ മേളങ്ങൾ തീർത്ത് അതിൻ്റെ വളർച്ച തീർക്കുക തന്നെ. ദേവരാജൻ ചെറിയ മനസ്സിൽ അന്ന് പാകിയ മേളപ്പദം തൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്തും മനസ്സിൽ പുതിയ പുതിയ മേളങ്ങളെ തേടുക തന്നെയായിരുന്നു. കമ്പ്യൂട്ടർ രംഗത്തെ വിദ്യാഭ്യാസത്തിനിടയിലും തനിക്ക് മേളം തന്നെ പ്രിയം എന്ന് പറഞ്ഞ് ജീവിതം തന്നെ മാറ്റിവെച്ച ഈ ചെറുപ്പക്കാരൻ ഇതിനകം അനവധി കുട്ടികൾക്ക് തന്നിലെ മേളത്തെ പകർന്നു നൽകിയിട്ടുമുണ്ട്. ചെറുകുന്ന് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്തേക്ക് പോയി ITIയിൽ പഠനം പൂർത്തിയാക്കി. പക്ഷെ കലയോടുള്ള കൂടുതൽ പ്രണയം കൊണ്ട് അതിലേക്ക് പോകുന്ന ഒരു കല തന്നെ ആധാരമായി നിൽക്കുക ഉണ്ടായിരിക്കുന്നത്. അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് കലാകാരനായിട്ട് തന്നെയാണ്. കലാപരമായിട്ട് ഈ രംഗത്തേക്ക് വരുന്നതിന് കുടുംബ പശ്ചാത്തലം സഹായിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ? ക്ഷേത്രകല ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അച്ഛൻ മുത്തശ്ശൻ ഒരു സപ്താഹ വായനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കലാകാരന്മാരും ക്ഷേത്രവും എല്ലാ വിഷയവുമായി കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് ആ ഇതിൽ നിന്ന് കലായി വിഷ്ണു നമ്പൂതിരി പ്രശസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളതിൽ അച്ഛൻ നല്ല കലാ ആസ്വാദകനാണ്. കലാകാരന്മാർ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അച്ഛൻ തന്നെ അച്ഛൻ്റെ താല്പര്യത്തിലായിരുന്നു ഈ ആസ്തികാലയം തുടങ്ങിയത്. പിന്നെ അടുത്ത സുഹൃത്തായത് കാരണം ആ ഒരു പ്രായത്തിൽ അച്ഛൻ്റെ സുഹൃത്തുക്കളിലാണ് അന്ന് അവരൊക്കെ വരുന്നത്. ശങ്കരൻകുട്ടിയേട്ടനതെ, സദനൻ രാമേന്ദ്രേട്ടനതെ, കലാമണ്ഡലം ഗോപിയാശാനതെ. തൻ്റെ മുഴുവൻ സമയവും ചെണ്ടയോടൊപ്പം തീർക്കുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ പരിസരങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഓടുക തന്നെയാണ്. തൻ്റെ കയ്യിലെ അറിവിനെ പകർന്നു നൽകുമ്പോൾ തനിക്ക് തൻ്റെ ഗുരുനാഥൻ പകർന്നു നൽകിയതും തൻ്റേതായ ഒരു രീതിയും തന്നെ ഇദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് ചെറുകുന്ന് അന്നദായിനി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിൽ തൻ്റെ മേളങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഇതിനെല്ലാം പ്രോത്സാഹനമായി അച്ഛൻ രാജഗോപാലൻ്റെയും അമ്മ രാധാമണിയുടെയും മനസ്സ് തളിർക്കുക തന്നെ. തങ്ങളുടെ മകൻ മേളത്തിലൂടെ പ്രശസ്തനാകുമ്പോൾ അത്രയേറെ ഇവർ സന്തോഷിക്കുന്നു. അനവധി മനസ്സുകളിൽ മേളത്തിൻ്റെ ശബ്ദവീജികൾ പകർന്ന് വീണ്ടും വീണ്ടും മേളം കേൾക്കാൻ തൽപരരാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്രകല ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അച്ഛൻ മുത്തശ്ശൻ ഒരു സപ്താഹ വായനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കലാകാരന്മാരും ക്ഷേത്രവും എല്ലാ വിഷയവുമായി കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് ആ ഇതിൽ നിന്ന് കലായി വിഷ്ണു നമ്പൂതിരി പ്രശസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളതിൽ അച്ഛൻ നല്ല